സമ്പത്ത് അന്വേഷിച്ച് ആരും പോകണ്ട. അവനവന്റെ ഉള്ളിലുള്ള കഴിവിനെ അതൊന്ന് ഡെവലപ്പ് ചെയ്താൽ സമ്പത്ത് ഓട്ടോമാറ്റിക് വന്നു. ശേഷിയുള്ളവൻ ശേഷിച്ചാൽ മതി എന്നുള്ളതാണ് ലോകം. കഴിവുള്ളവൻ വളർന്നാൽ മതി എന്നുള്ളതാണ് ലോകം. അപ്പൊ കഴിവില്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? മൈലേജ് മാർക്കറ്റിംഗിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും വിചാരിക്കുന്ന ആരെങ്കിലും കൂടുതലുണ്ടോ? മൈലേജ് മാർക്കറ്റ് വന്നതുകൊണ്ട് രക്ഷപ്പെടും? വന്നതുകൊണ്ട് രക്ഷപ്പെടൂല. എത്തേണ്ട സ്ഥലത്ത് എത്തി എന്നുള്ളൊരു ആത്മവിശ്വാസം മാത്രം നിങ്ങൾക്ക് പതുക്കൊണ്ടാക്കി വെക്കാം. പക്ഷെ ഇവിടെ വന്നതുകൊണ്ട് ഒരാൾ ലക്ഷാധിപതി ആവൂല, ഒരാൾ കോടീശ്വരനാവൂല. ഈ തിരിച്ചറിവുണ്ട്. നല്ലൊരു കൈ അടിച്ചു. ഈ പറഞ്ഞ വാക്ക് നിങ്ങൾ നിങ്ങളുടെ ടീമിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഈ പുതിയതായിട്ട് കടന്നു വരുന്ന ആൾക്കാരോട് പറയാൻ പാടില്ല. മൈലേജ് മാർക്കറ്റ് രക്ഷ വന്നാൽ രക്ഷപ്പെടുമൊന്നുമില്ല, നിങ്ങൾ നന്നായി കഷ്ടപ്പെടാൻ പറയാൻ പാടുണ്ടോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അവിടെ ഫുള്ള് മോട്ടിവേഷൻ. ഇവിടെ കാര്യങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചോളൂ. അതിന് കൈയിട്ടിടിച്ചോളൂ. അപ്പൊ ഇവിടുത്തെ ഓരോരോ കാര്യങ്ങളും നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ ടീമിലുള്ള ആളുകൾക്കുള്ളതല്ല. ടീമിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് ഞാൻ നാളെ പഠിപ്പിച്ചത്. ക്ലിയർ ആവുണ്ടോ? സത്യത്തിൽ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ ആകെ 4 കാര്യങ്ങളേ ഉള്ളൂ. പഠിക്കാൻ, അതായത് നമ്മൾ രാജസാറ് പഠിപ്പിച്ച 4 കാര്യം എന്ന് പറഞ്ഞാൽ റീറ്റെയിലിംഗ്, റിക്രൂട്ട്മെന്റ്, റീറ്റെയിലിംഗ്, റീടെൻഷൻ എന്ന് പറഞ്ഞാൽ റീപർച്ചേസ്. ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. പക്ഷെ ചെയ്യാൻ പാടില്ലാത്ത ഒരു 100 കാര്യങ്ങൾ ഇന്ന് ഞാൻ പഠിപ്പിക്കും. ചെയ്യാൻ പാടില്ലാത്ത, നാളെയാണ് ചെയ്യാൻ പാടുള്ളത് പഠിപ്പിക്കുന്നത്. അപ്പൊ ചെയ്യാൻ പാടില്ലാത്ത സാധനങ്ങളാണ് കംപ്ലീറ്റ് ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആൾറെഡി അത് കുറേ കാര്യങ്ങൾ നിങ്ങളിലുള്ള മാറ്റങ്ങൾ വരണം. കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ടീമിലുള്ള അകത്തുള്ള നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. ആൾറെഡി സത്യത്തിൽ നിങ്ങൾക്കൊക്കെ ഗ്രോത്ത് കുറയാനുള്ള കാരണം, നിങ്ങൾ ഗ്രോത്ത് കുറവൊന്നുമില്ല, നല്ല ഗ്രോത്ത് ഒക്കെ ഉണ്ട്. പക്ഷെ കുറച്ചുകൂടി നന്നായി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ചെയ്തു വെച്ച കുറേ അബദ്ധങ്ങളാണ് ഗ്രോത്ത് കുറയാനുള്ള. ആ അബദ്ധങ്ങൾ തിരിച്ചറിഞ്ഞാൽ അതിനൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഗ്രോത്ത് റേറ്റ് കൂടും. സ്വർണ്ണ. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ പ്രസക്തി ഉണ്ടാവും. ക്ലിയർ? ഓക്കെ. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സ്ഥലമാണ് ഏറ്റവും കൂടുതൽ സമ്പത്ത് എന്താണ്? സ്കില്ലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സ്ഥലം ഏതാ പറയാൻ പറ്റുമോ? ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സ്ഥലം ഏതായിരിക്കും? നിങ്ങൾ പറയാം, അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾ പൊട്ടത്തരം പറഞ്ഞാൽ മാർക്ക് തരും. നാളെ വരെ നിങ്ങൾക്ക് ഭയങ്കരമായി പൊട്ടത്തരം പറയാം, മാർക്ക് തന്നോട്ടെ. നാളെ ശേഷം പൊട്ടത്തരം പറയുന്നത്. അപ്പൊ പൊട്ടത്തരൊക്കെ ഇന്നോടുകൂടി തീരണം. ധൈര്യം പറഞ്ഞോളൂ. ലോകത്ത് ഏറ്റവും സമ്പത്തുള്ള സ്ഥലം അമേരിക്ക. ഓക്കെ, മാഡത്തിന് നല്ലൊരു കൈയ്യടി കൊടുക്കും. പൊട്ടത്തരല്ല, ഇന്ത്യ തന്നെയാണ്. ഓക്കെ, പക്ഷെ എനിക്ക് കിട്ടേണ്ട ഉത്തരം കിട്ടിയാലേ ഞാൻ മാർക്ക് തരും. ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സ്ഥലം പറയും ഇന്ത്യ. കേരളം. കേരളത്തിലേക്ക് എന്ത് സമ്പത്താണ്? മൈലേജ് ഉണ്ട്. ഓ ഭയങ്കര, അങ്ങോട്ട് പോയി. ഓക്കെ, പറ. സ്വന്തം മൈൻഡ് സെറ്റ്. അതുള്ള ഒരു വെറൈറ്റി ആൻസറാണ്. ഓക്കെ, വേറെ എന്താ പറ. നിങ്ങളെ ലീഡർമാരാക്കി മാറ്റുന്നതാണ് 2 ദിവസം ട്രെയിനിങ് ഉദ്ദേശം. നിങ്ങളിതൊന്നും സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ലീഡറാകുക? മൈലേജ് മാർക്കറ്റിംഗിന്റെ പ്രസന്റേഷൻ കേട്ട സമയത്ത് 2 ദിവസം RTP ആലപ്പുഴ അറ്റൻഡ് ചെയ്ത സമയത്ത് ലെഫ്റ്റും റൈറ്റും ആളുകൾ വന്നാൽ രക്ഷപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായി. ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞ് ലിസ്റ്റ് ഉണ്ടാക്കി. അത് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ കാതിലൊരു മുദ്രാവാക്യം വരികയാണ്, ഇൻകുലാബ് സിന്ദാബാദ് മുദ്രാവാക്യം. അത് പണ്ട് കാലിക്കറ്റ് പോളി പഠിക്കുന്ന സമയത്ത് അവിടെ എൻ്റെ ശരത്തിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഈ ശരത്തിൻ്റെ കൂടെ എപ്പോഴും 10-30 ആൾക്കാരാണ്. ആ ശരത്തിൻ്റെ മുഖവും അവരുടെ മുദ്രാവാക്യം തെളിഞ്ഞു വരികയാണ്. ഞാൻ കോഴിക്കോട് വന്ന ആദ്യത്തെ പരിപാടി ശരത്തിനെ തപ്പി പിടിക്കുക. ഹലോ, ശരത്തിനെ ഞാൻ വിളിച്ചു. ഇങ്ങനെയോ നമ്പറൊക്കെ ഞാൻ സംഘടിപ്പിച്ച് ശരത്തിനെ വിളിച്ചു. അതിന് ശരത്ത് പറഞ്ഞു, ഈ പറയുന്ന കോഴിക്കോട് മാവൂർ റോഡിൻ്റെ അടുത്ത് ബേബി ഓൺ ഹോസ്പിറ്റൽ തൊട്ടടുത്തിട്ട് ഞാൻ ഒരു ബിസിനസ് ഉണ്ട്, നീ ഇങ്ങോട്ട് വാങ്ങാം. ഞാൻ പോയി നോക്കുന്ന സമയത്ത് 4 ഷട്ടറുള്ള റൂമാണ്. 4 ഷട്ടറുള്ള വലിയ റൂമാണ്. ആ റൂമിൻ്റെ തൊട്ടടുത്ത് ഞാനിങ്ങനെ പോയി വണ്ടി കടന്ന് നിർത്തി നോക്കും. സെക്യൂരിറ്റി ഉണ്ട്. അവിടെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സാറെ കാണുന്നതാണ്, എൻ്റെ ആത്മാർത്ഥമായ സുഹൃത്താണ്. അപ്പോൾ വലിയൊരു ആളെ പോലെയാണെങ്കിൽ തോന്നി, വലിയ ബിസിനസ്സുകാരനാണ് പോയി അങ്ങനെ തോന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരത് സാറെ കാണുന്നതാണ്. അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് പോയി അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കയറിയ സമയത്ത് കുറേ സ്റ്റാഫുകളുണ്ട്. അതിന് തൊട്ടടുത്ത് ഒരു ലേഡി സ്റ്റെനോഗ്രാഫർ ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുത്ത് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റെനോഗ്രാഫർ വരെയാണ്. അത്രയും വലിയ ബിസിനസ്സുകാരനായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിരുന്ന് എൻ്റെ കയ്യിൽ കുറച്ച് സോപ്പും പേസ്റ്റും ഹെയർ ഓയിൽ ഷാമ്പൂ ഒക്കെ ഉണ്ട്. ഇവർക്കൊന്ന് പരിചയപ്പെടുത്ത ഉദ്ദേശത്തോടെയാണ് ഞാൻ പോയത്. സ്റ്റോക്കൊക്കെ എടുത്ത് കുറച്ച് റിക്രൂട്ട്മെൻറ്റ്. സത്യത്തിൽ എനിക്കിത് പറയാൻ തോന്നുന്നില്ല. എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയി. ഇവരെന്തായാലും സാധനം വാങ്ങൂല, എന്നെ എനിക്ക് കളിയാക്കും, എനിക്കൊന്ന് പണി കിട്ടില്ലെന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ അപകർഷാബോധം കുറച്ചുകൂടി എന്ത് ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ കുറേ സംസാരിച്ച് പൊളിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം എന്നോട് ചോദിച്ചു, നീ എന്താ വന്നെന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഒരു ഗ്യാപ്പ് കിട്ടിയതുകൊണ്ട് കുറച്ച് മേശപ്പുറത്തൊക്കെ വെച്ച് എൻ്റെ കയ്യിലുള്ള ഫയലൊക്കെ വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവനോട് പറയുന്ന കാര്യങ്ങളാണ്, എടാ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സെറ്റിലായി, ഇവിടുന്ന് എനിക്ക് ഇറങ്ങിയിട്ട് എൻ്റെ പരിപാടിയിലേക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ പറ, ഞാൻ ചെയ്തു തരാം, കുറച്ച് സാധനങ്ങളൊക്കെ എന്ത് ചെയ്താൽ വാങ്ങിക്കുന്നതാണ്. അങ്ങനെ ഒരു പേസ്റ്റൊക്കെ ഞാൻ തലാൽ കൊടുത്തു. അവിടെ നിന്ന് വളരെ വിഷമത്തോടു കൂടി സങ്കടത്തോടു കൂടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പോയി. അങ്ങനെ 2 കൊല്ലക്കാലം ഞാൻ ശക്തമായ രീതിയിൽ ഇങ്ങനെ മെല്ലെ 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 വർക്ക് ചെയ്ത് അങ്ങനെ ഭ്രമരം എന്ന് പറയുന്ന ഒരു 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കാറൊക്കെ സ്റ്റേജിൻ്റെ മുകളിൽ കയറുന്ന സീലിംഗ് അച്ചീവേഴ്സിനെ ആദരിക്കുന്ന വലിയൊരു പ്രോഗ്രാം കോഴിക്കോട് വെച്ച് വരിക. ആ സമയത്ത് ഞാൻ ആരാണ്? കാർ അച്ചീവറാണ്, ഉണ്ടായി വരണം എന്ന് പറഞ്ഞ കാർ അച്ചീവറാണ്, സീലിംഗ് അച്ചീവറാണ്, നാഷണൽ ടീം കോർഡിനേറ്ററാണ്. അപ്പോൾ അന്ന് 10,000-കണക്കിന് ആളുകൾ മുന്നിൽ വെച്ച് എൻ്റെ കാർ ലോഞ്ചിങ് നടക്കുന്നത് ഇവൻ കാണുകയാണെങ്കിൽ ഇവരും ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിസിനസ്സുകാരനായെന്നൊരു തോന്നൽ എനിക്കുമുണ്ട്. ഇവരെങ്ങനെയെങ്കിലും അവിടെ പങ്കെടുക്കുകയാണ്. അങ്ങനെ 2 കൊല്ലത്തിന് ശേഷം ഞാൻ ഈ സ്ഥലത്തിനെ വീണ്ടും വിളിച്ചു. അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടേയില്ല. അങ്ങനെ വിളിച്ച സമയത്ത് അവൻ പറഞ്ഞു വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി നോക്കുന്ന സമയത്ത് അവിടെ ബേബി എംബോറിൽ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ മുകളിൽ കൂടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ പണിയാണ്. നിങ്ങൾ കോഴിക്കോട് എവിടെയും പോയ സമയത്ത് ആ സ്പോട്ടുകൾ നോക്കണം കേട്ടോ. എൻ്റെ ജീവിതം മാറി പറഞ്ഞ സ്ഥലമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുമല്ലോ ഫ്ലൈ ഓവർ. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ആ ഷോപ്പിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഇവിടെയുള്ള റോഡിൻ്റെ ഇപ്പുറത്ത് ഫ്ലൈ ഓവർ വന്നുകൊണ്ട് അങ്ങോട്ടേക്ക് ഒരു വാഹനങ്ങളും പോകാൻ പറ്റുന്നില്ല, പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ 4 ഷട്ടറുള്ള റൂം 3 എണ്ണം അടച്ചിട്ടുണ്ട്, 1 പകുതി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള കച്ചവടമൊക്കെ മൊത്തം പോയി, ആളുകളൊന്നുമില്ല, സ്റ്റാഫൊക്കെ വെട്ടി കുറച്ച്. അങ്ങനെ ഇവനൊരു ടീഷർട്ടും ഒരു ജീൻസും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പണിയുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ കൂടെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് അന്നത്തെ ഒരു എനർജിയും ആവേശവും ഹറിബറിയും സംഭവം ഒന്നുമില്ല. വളരെ സന്തോഷവനായി, എന്നാലും ദുഃഖമൊക്കെ ഉണ്ട്. എന്തായാലും എന്തെങ്കിലും നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് എൻ്റെ മനസ്സിലുണ്ട്. എന്നോട് ചോദിച്ചു, നിന്റെ ബിസിനസ് എങ്ങനെ പോകുന്നു ചോദിച്ചു. അപ്പം എന്നെ പറഞ്ഞു, എൻ്റെ ബിസിനസ് നന്നായിട്ട് പോകുന്നു. ഞാനിപ്പോൾ ആഴ്ചയിൽ 2,10,000 രൂപ വരുമാനം വാങ്ങിയ ആളാണ്. നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാങ്ക് അച്ചീവറായി. അത് കൂടാതെ 10,000 ആളുകളുടെ വലിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, സ്റ്റേജിന് മുകളിൽ വെച്ച് കാറ് കയറുന്നുണ്ട്. അത് ഞാൻ നിന്റെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളുടെ നിന്നെ രീതിയിൽ വിളിക്കാം, എന്താണ് ടിക്കറ്റ്, ആ ടിക്കറ്റ് കൂടി നീ വരണം. എടാ ഞാൻ തന്നെ വരുന്നതാണ്. അപ്പോൾ എന്നോട് പറയുകയാണ്, ഏതാണ്ട് ആ ബിസിനസ് തുടങ്ങിയത് കൊണ്ട്, അതായത് 2 കൊല്ലം കൊണ്ട് അവൻ്റെ കയ്യിലൂടെ നഷ്ടപ്പെട്ട 1.5 കോടി രൂപ കയ്യിൽ പോകും. ആ സ്ഥാപനം, അതിൻ്റെതായ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം എല്ലാം നടക്കുന്നത്. കച്ചവടം അവസാനിപ്പിച്ച് കൂട്ടാൻ വേണ്ടി നിൽക്കുക. ചെറിയ കസ്റ്റമറൊക്കെ ഉണ്ട്. സർവീസ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് സോഫ്റ്റ്വെയറായിട്ട് ബന്ധപ്പെട്ട, കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കൂടുതൽ കമ്പനിയായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് പോകുന്നു? കുഴപ്പമില്ല, അത് ഞാൻ വരാമെന്ന്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അവൻ്റെ ഷട്ടർ ക്ലോസ് ചെയ്തു. അപ്പോൾ ഒരാളെ ഷട്ടർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കച്ചവടം പോയി. അപ്പം നിങ്ങളുടെ ഷട്ടർ ഏതാണ്? അപ്പോൾ നിങ്ങൾ തുറക്കാതിരുന്നത് എങ്ങനെ കച്ചവടം കയറുക? ഹലോ, അപ്പോൾ നിങ്ങൾ ഷട്ടർ തുറന്നു. എന്താണ് ഉദ്ദേശം? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നാളെ എന്നെ കൂടെ സംസാരിപ്പിച്ചിട്ട് നിങ്ങൾ ആരും ഷട്ടർ തുറക്കാതെ കച്ചവടം നടത്താണോ? അത് ഭയങ്കര വിദ്യയാണല്ലോ. അത് തുറക്കൂ, പറയൂ, നല്ല കൈയടിക്കൂ. നിങ്ങൾ പറയുന്നതായ ചില വാക്കുകളിലൂടെയാണ് എനിക്ക് ട്രെയിനിങ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ പറയുന്ന ചില സാഹചര്യത്തിലൂടെയാണ് ട്രെയിനിങ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളിങ്ങനെ റെസ്പോണ്ട് ചെയ്യുക, ഞാനെങ്ങനെ ട്രെയിനിങ് കൊണ്ടുപോകുക? ഇത് നിങ്ങൾ സാധാരണ ട്രെയിനിങ് അല്ല, മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ കിട്ടേണ്ടതൊക്കെ ഇവിടെ കിട്ടും. പക്ഷെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. അപ്പൊ ആൾ റെഡി? ഷട്ടർ തുറക്കുക. ആൾ റെഡി? അവിടെ ഒന്നും ഷട്ടറേ തുറന്നിട്ടില്ല. ഓക്കെ, പറയും. ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സ്ഥലം എവിടെയാ? ബ്രെയിൻ. അതല്ല പറഞ്ഞ ബ്രെയിൻ. പറയും. ശരിയാണ്, തെറ്റവും ഞാൻ പറയൂല. പറ, ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സ്ഥലം? ദിലീപോ? വിശ്വാസം. സ്ഥലമാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസം നമ്മൾ തൊട്ട് കാണിക്കാം. മൗത്ത്. സ്ഥലമാണ് ചോദിക്കുന്നത്. ഇതിപ്പോ എവിടെയാ? ചെറുതുരുത്തി അല്ലേ? തൃശ്ശൂർ. അങ്ങനെ പറ, സ്ഥലം പറഞ്ഞത്. സ്വിറ്റ്സർലാൻഡ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സ്ഥലം എവിടെയാ? പെട്രോൾ ബാങ്കോ? ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് ശ്മശാനമാണ്. എഴുതി വെച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സ്ഥലം ശ്മശാനമാണ്. എന്തായിരിക്കും ശ്മശാനം ഏറ്റവും സമ്പത്തുള്ള സ്ഥലമാകാൻ കാരണം? സ്വന്തം തലച്ചോറിനെ ഉപയോഗിക്കാതെ അത് മരണപ്പെടുന്ന സമയത്ത് കുറേ ആളുകൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അവിടെയാണ് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത്. അപ്പൊ എന്റെ ചോദ്യം, നിങ്ങളുടെ സമ്പത്ത് അവിടെ കൊണ്ടുവെക്കാനാണോ അല്ലെങ്കിൽ ആ സമ്പത്ത് ഉപയോഗിച്ച് ജീവനെ രക്ഷപ്പെടാനാണോ? എന്താണ് ഉദ്ദേശം?
എന്റെയൊക്കെ ചിന്തയിൽ എന്റെ സമ്പത്ത് ഉണ്ടാക്കിയതിൽ ഈ പറയുന്ന സാധനമാണ്. തലച്ചോറ് ഉപയോഗിക്കാൻ തുടങ്ങി. കൈ കിട്ടിയ അവസരം തന്നെ ഉപയോഗിക്കാതെ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മനസ്സിലാവണോ? ആ സമ്പത്ത് ഉപയോഗിക്കണം എന്ന് തോന്നുന്നിടത്ത് ചിന്തന ഉപയോഗിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് സ്കില്ലിന്റെ ആവശ്യം വരുന്നത്. സ്വർണം അപ്പൊ സ്കില്ല് എവിടെയാ വരിക? ആദ്യം ചിന്തയിലാണ് എനിക്ക് അങ്ങനെ വിജയിക്കണം എന്നുള്ള ചിന്ത വരികയും അതിനനുസരിച്ചിട്ട് കഴിവുണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത്. അറിയടി? അപ്പൊ ആ സമ്പത്ത് നിങ്ങളെ കുടുംബത്തിന് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ചിന്ത വരണം, അതിനനുസരിച്ച് ആവശ്യമായ കഴിവുകൾ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ എവിടെ ഉണ്ടാവും ആ കഴിവ്? മനസ്സിലായില്ല? അങ്ങോട്ട് പോകാതിരിക്കാനാണ് ഈ RRR ട്രെയിനിങ് നടക്കുന്നത്. ഓക്കെ, നല്ല കൈയടിച്ചോളൂ. Empowering and excitement are the real fuel of Karakter industry. ഇംഗ്ലീഷ് കേട്ടോ നിങ്ങൾ പേടിക്കണം, എന്റെ മലയാളത്തിൽ പറഞ്ഞു. എന്താണ് എംപവറിംഗ് എന്ന വാക്ക്? വാക്കൊന്ന് പഠിക്കാണ്ടെങ്കിൽ മൈനസ് മാർക്ക് രക്ഷപ്പെടാൻ പറ്റും. എപ്പോഴും രാജ് സാറ് ചോദിക്കും രാജു പറഞ്ഞു പറയും. നിങ്ങൾ പഠിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല എന്നോടുള്ള സകല ഇഷ്ടം എന്നോട് കൂടിയില്ല. പറഞ്ഞോളൂ. എംപവറിംഗ് എന്ന് പറയുന്ന വാക്കെന്താണ്? പറയും. ശാക്തീകരണം. അജാസ് സാറിന്റെ ടീം ഏതാ? കാര്യമാണ്. നമ്മള് വലിയ ജോബിൽ പോയാണ്. ഞാൻ ടാർഗറ്റ് ബേസിൽ പല അവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും അച്ചീവ്മെന്റ് ചെയ്ത് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ഒരു റെക്കഗ്നൈസേഷൻ ഒന്നും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, സാലറി കൂടുമായിരിക്കാം, എന്തെങ്കിലും ഇൻസെന്റീവ് കിട്ടും. അല്ലാതെ കുറച്ച് ആളുകളുടെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് പല ആൾക്കാർക്കും പൊന്നാടിയൊക്കെ സ്റ്റേജിൽ വെച്ച് കിട്ടുമ്പോ ഒരു സ്വന്തം ഒരു സംഭവം കയറില്ല, ഇങ്ങനെ ഒരു സന്തോഷവും സമാധാനവും ഒരു ഇതൊക്കെ തോന്നില്ലേ? ഇതേപോലത്തെ ഒരു സംഭവം നമ്മുടെ ഈ ഫീൽഡിൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗില് നമ്മുടെ ടീമിൽ പ്രത്യേകിച്ചും അങ്ങനെ ആദരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ എന്താ പറയാ സുമുഖന്മാരും സുമുഖികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ടീമായിട്ട് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. അപ്പൊ ഈ ഒരു റെക്കഗ്നൈസേഷൻ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ പലവർക്കും പല കാരണങ്ങൾ കൊണ്ടും അച്ചീവ് ചെയ്യാൻ സാധിക്കാറില്ല. പക്ഷെ അച്ചീവ് ചെയ്യുന്നവര് അതിന്റെ മാറ്റം ബിസിനസ്സിൽ കാണുന്നുണ്ട്. അപ്പോ നമ്മൾ എന്തായാലും നല്ലൊരു ഭാഗ്യം ഉള്ള ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം പല റെക്കഗ്നൈസേഷനും ലീഡേഴ്സ് ഫോണിലൂടെയോ അല്ലെങ്കിൽ പോസ്റ്റിലൂടെയൊക്കെയാണ് നമുക്ക് കാണാറുള്ളത്. പക്ഷെ ഇന്ന് നമുക്ക് നമ്മൾ ആദരിക്കുന്ന ലീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങാനുള്ള ഒരു ഭാഗ്യം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് പ്ലെയർ ആവണമെങ്കിൽ നമുക്ക് എത്ര രൂപയുടെ സെയിൽസ് വേണം? 10,000 രൂപയുടെ ഗോൾഡ് പ്ലെയർ ആയവർക്ക് എന്താണ്ടാവുക? വാട്സപ്പ് ഗ്രൂപ്പിൽ നല്ല ഫോട്ടോ വെച്ചിട്ട് ഗ്രൂപ്പിൽ വരും, കുറെ ആളുകൾ ലൈക്ക് ചെയ്യും, കൺഗ്രാജുലേഷൻ പറയും. ഇവിടെ അങ്ങനെയല്ല, അവരെ സ്റ്റേജിൽ നേരിട്ട് വിളിച്ച് ആദരിക്കുകയാണ്. അതും നമ്മുടെ മെന്റേഴ്സ് ആയിട്ടുള്ള സൈലൻ സാറും രാജു സാറും അവരുടെ സാന്നിധ്യത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ ഈ ആഴ്ചയില് ഗോൾഡ് പ്ലെയർ ആയിട്ടുള്ള 612ാമത്തെ ആഴ്ചയിൽ ഗോൾഡ് പ്ലെയർ ആയിട്ടുള്ള എല്ലാ വിന്നേഴ്സിനെയും സ്റ്റേജിലേക്ക് ഹാർദവമായി ക്ഷണിക്കും. ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച 612ാമത്തെ ആഴ്ച പ്ലെയർ ഓഫ് ദ വീക്ക് വീക്ക്ലി ടാർഗറ്റ് പ്ലെയർ ഓഫ് ദ വീക്ക് ഗോൾഡ് പ്ലെയർ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഇന്നലെ മുതല് ഒരുമിച്ചുള്ള ആളുകളാണ്. പല സ്ഥലത്തുനിന്നും പല വീട്ടിൽ നിന്നും വന്നിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ആളുകളാണ്. അപ്പോ നമ്മുടെ കൂട്ടത്തിലെ ആളുകൾക്ക് ഒരു റെക്കഗ്നൈസേഷൻ കിട്ടുമ്പോൾ നമുക്കും ആ ഒരു എനർജിയും സന്തോഷം വേണം. വളരെ ഹാപ്പി ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് സ്റ്റേജിലുള്ള ആളുകൾക്ക് നല്ലൊരു കൈ കൊടുക്കും.
മാസം 153ാമത്തെ മന്തില് സിൽവർ ആയിട്ടുള്ള എല്ലാ അച്ചീവേഴ്സിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. 153ാമത്തെ മാസം. എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ബ്രാൻഡ് ന്യൂ പ്രോത്സാഹനം ബ്രാൻഡ് ന്യൂ റൂബി. കൂടുതലും സ്ത്രീകളാണ്. നമുക്ക് ഇന്ത്യയിൽ തന്നെ വുമൺസ് ഡേ എന്ന് പറയുന്ന ഒരു ഡേ മാറ്റി വെച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി. അന്നത്തേക്ക് നമ്മൾ ഒരു ഗിഫ്റ്റോട് കൂടിയിട്ടുള്ള ചെറിയ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വിൻ ചെയ്തിട്ടുള്ള വുമൺസ് ഡേ വിന്നേഴ്സിനെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കുറച്ച് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്, കിട്ടാത്തവർ മാത്രം. ലിസി ജോസഫ്, ജയിനി മേഡം, പ്രജീഷ, ഇവർക്ക് നല്ലൊരു ഗിഫ്റ്റും പ്ലസ് ഒരു സർട്ടിഫിക്കേഷനും കൂടി ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് പിന്നീട് അവർക്ക് കൊടുക്കും. ഇപ്പോൾ ജസ്റ്റ് കംപ്ലീറ്റ്. നല്ല സാരി സൂപ്പർ. ഇനി നമ്മള് അരുണ മാഡം, തങ്കമാഡത്തിന് അന്ന് വരാൻ സാധിച്ചില്ല. പരമാവധി പ്രോഗ്രാമിന് ഗോൾഡ് വിന്നറായിട്ടുള്ള തങ്കമാഡം. നമ്മൾ 2 മാസമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന തമിഴ്നാട് ടൂർ ഇനിയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും പോകുന്നത് ഉറപ്പാണ്. എന്നാലും വളരെ ആവേശം കൂട്ടി പെട്ടെന്ന് വിൻ ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അവരെയാണ് സർ ആദരിക്കുന്നത്. അപ്പോ ബിജു സാർ, പ്ലീസ് വെൽക്കം. പ്രതീക്ഷ മാഡം, ലിസി, ജയിനി, തങ്ക, രമ മാഡം, പ്ലീസ് വെൽക്കം ഓൺ ദി സ്റ്റേജ്. കയ്യിൽ പോരാ, നമ്മളെ കൊണ്ട്
നെക്സ്റ്റ് ഇവിടേക്ക് ക്ഷണിക്കുന്നത് തൃശ്ശൂർ പാലക്കാട് ടീം ചെറിയ ടീമുകളായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ TC, KTC, DTC ലീഡേഴ്സ് കയറ്റിപ്പെടും. അങ്ങനെ ലീഡേഴ്സ് ചലഞ്ച് എന്ന് പറയുന്ന ഒരു ചലഞ്ച് മന്ത്ലി നടക്കുന്നുണ്ട്. ലീഡേഴ്സ് ചലഞ്ച് അത് KTC അപ്പോ ലീഡേഴ്സിനാണുള്ളത്. അപ്പോ അതില് കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അവരുടെ കുറച്ചൊക്കെ പ്രഷർ ഉണ്ടായിരിക്കും നമ്മളിവിടെ വരാൻ. അല്ലാതെ ആരും ആദ്യം തന്നെ ക്യാഷ് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലല്ലോ ഒറ്റ ലീഡേഴ്സിനും. അവർ വിളിച്ചിട്ട് തന്നെയല്ലേ. അപ്പോൾ അവരിതിന്റെ പിന്നിൽ നിങ്ങളെ നല്ല രീതിയിലേക്ക് നയിക്കാൻ നമ്മുടെ പുലികളായിട്ടുള്ള ലീഡേഴ്സിന്റെ പുലിക്കുട്ടികൾ എന്ന് തന്നെ പറയാം. അവരെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മിസ്റ്റർ ബിജു സാർ, രമ മാഡം, പ്രീത ആൻഡ് ശാന്ത, അജിത മാഡം, പ്ലീസ് വെൽക്കം ഓൺ ദി സ്റ്റേജ്. നാളത്തെ വലിയ ലീഡേഴ്സ് ആവാനായിട്ടുള്ള ആളുകളാണ്. അവർക്ക് നല്ലൊരു എനർജിയോട് കൂടിയിട്ടുള്ള ആദരവ് കൊടുക്കണം. കൈയടിക്കോ.